സാർ ഞാൻ ഉച്ച കഴിഞ്ഞ് വരാം സാർ. എനിക്ക് ഒരിക്കലും അരമണിക്കൂർ തന്നാൽ മതി. ഞങ്ങളുടെ പുതിയ സ്കീമിനെ പറ്റി ഒന്ന് ബ്രീഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാർ. ഓ താങ്ക് യു സാർ, താങ്ക് യു സാർ, താങ്ക് യു. തെണ്ടി ഒരു അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ട് 2 ആഴ്ചയായിട്ട് മനുഷ്യനെ ചുറ്റിക്കുക. ഇന്ന് അവൻ കാണാൻ സമ്മതിച്ചില്ലെങ്കിൽ നാളെ അവൻ കണി കാണുന്നത് എൻ്റെ മുഖമായിരിക്കും. ഈ ശംഭുവിനോട് അവൻ്റെ ഒരു കളി. ഭാഗ്യക്കുറി, ചേടാ ഇത് ഭയങ്കര അതിശയമാണല്ലോ. നമ്മളിങ്ങനെ എപ്പോഴും വഴിയിൽ വെച്ച് കണ്ടുമുട്ടുന്നത്. അതിലെത്ര അതിശയിക്കാൻ എന്തിരിക്കുന്നു? വഴി കൂടി പോകുന്ന പെൺകുട്ടികളെ വായി നോക്കി നിൽക്കുന്നവർക്ക് ഇതൊരു സ്ഥിരം കാഴ്ച തന്നെയാ മാഷെ. അത് കലക്കി. ആദ്യത്തെ വെടി നെഞ്ചി തന്നെ വെച്ചു. ഇനി പോരട്ടെ ചറപറാന്ന്. അല്ല ഭാഗ്യക്കുറി എന്താ ഈ പാർലറില്? ഓ മനസ്സിലായി മനസ്സിലായി. ഈ വെയിൽ കൊള്ളുന്നതിൻ്റെ ഒക്കെ കരിവാളിപ്പ് മാറ്റാൻ വേണ്ടി ഫേഷ്യൽ ചെയ്യാന്ന് വിചാരിച്ചു അല്ലേ? ദാറ്റ് ഈസ് റിയലി ഗുഡ്. പെൺകുട്ടികൾ ഇടയ്ക്ക് ഒന്ന് ഫേഷ്യൽ ചെയ്യുന്നത് വളരെ നല്ലതാ. ആ മുഖകാന്തി ഒന്ന് കൂടും. പക്ഷേ ഭാഗ്യക്കുറിയുടെ മുഖത്ത് അതിന്റെ ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ. അതിന് ഞാൻ ഫേഷ്യൽ ചെയ്യാൻ പോയതാന്ന് തന്നോടാരാ പറഞ്ഞത്? അതിപ്പോ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ? ഒരു പെൺകുട്ടി ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങി വരുന്ന കണ്ട സ്വാഭാവികം നമുക്ക് ഊഹിക്കാമല്ലോ. എന്നല്ലേ ഇയാളെങ്ങനെ ഒരുപാട് ഊഹിക്കണ്ട. ഞാൻ പോയത് ഫേഷ്യൽ ചെയ്യാനൊന്നും അല്ല. ഉച്ച കഴിഞ്ഞ് കുറച്ച് സമയം ഞാൻ ഇവിടെയും വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കാര്യം മനസ്സിലായല്ലോ. എന്നാ ഫീൽഡ് ഓഫീസർ പോവാൻ നോക്ക്. അയ്യോ ഭാഗ്യക്കുറി അങ്ങനെ പോവാതെ. അല്ല ഭാഗ്യക്കുറി, എന്താ തന്റെ ഉദ്ദേശം? പാല്, പത്രം, ലോട്ടറി. ദേ ഇപ്പൊ പാർലറിലും പണിക്ക് കയറിയിരിക്കുന്നു. അല്ല ചങ്ങാതി, ഒരു ദിവസം ഏറ്റവും കൂടുതൽ വെറൈറ്റി ജോലികൾ ചെയ്ത് ഗിന്നസ് ബുക്കിൽ എങ്ങാനും കയറി പറ്റാനുള്ള പ്ലാൻ ഉണ്ടോ തനിക്ക്? ഉണ്ടെങ്കിൽ ഞാൻ എന്തെല്ലാം ചെയ്യുന്നു അന്വേഷിച്ച് നടക്കലാണോ തന്റെ പണി? ഹേയ് അങ്ങനെയൊന്നുമില്ല. താനീ കണ്ട ജോലികളൊക്കെ ചെയ്ത് സമ്പാദിച്ചു കൂട്ടുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. ഭാഗ്യക്കുറി ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് ആയിരുന്നല്ലേ? കഥയൊക്കെ വൈകിയാ ഞാൻ അറിഞ്ഞത്. ഇതൊക്കെ ഇയാളോട് ആര് പറഞ്ഞു? പറഞ്ഞത് ആരെങ്കിലും ആയിക്കോട്ടെ, സംഗതി സത്യമല്ലേ? ഒരാളെ കുറിച്ച് എന്തെങ്കിലും അറിയണമെന്ന് ഞാൻ തീരുമാനിച്ചാൽ പിന്നെ അയാളുടെ ജാതകം അടക്കം പൊക്കിയിരിക്കും ഈ ശങ്കർ. യുനോ, എങ്കിൽ മാത്രമേ ഒരു ഫീൽഡ് ഓഫീസർ അയാളുടെ ജോലിയിൽ എഫിഷ്യന്റ് ആണെന്ന് ബാക്കിയുള്ളവർ അംഗീകരിക്കും. എന്റെ ജാതകവും ഗ്രഹനിലയൊക്കെ തപ്പിയെടുത്തിട്ട് ഇയാൾക്ക് എന്ത് കഴിവാ തെളിയിക്കേണ്ടത്? പുറകെ നടന്നിങ്ങനെ ശല്യപ്പെടുത്തിയാൽ ഞാൻ പോലീസ് കംപ്ലൈന്റ് ചെയ്യും. കുട്ടീനെ തെറ്റിദ്ധരിച്ചിരിക്കാം. ഇയാള് കരുതുന്ന പോലെ ഞാനൊരു ശല്യക്കാരനോ പൂവാലനോ ഒന്നുമല്ല. യുനോ, ഇങ്ങനെ ഓടി നടന്ന് ജോലി ചെയ്യുന്നതിനിടയിൽ കുട്ടിക്ക് എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലമോ ഇനി നിർഭാഗ്യവശാൽ എന്തെങ്കിലും ഒരു ആക്സിഡന്റോ സംഭവിച്ചാലേ വേണ്ടത്ര ആരോഗ്യ പരിരക്ഷ ഉണ്ടോ എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാ ഞാനിങ്ങനെ കുട്ടിയെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചത്. ഈ ഇത്രയും അധ്വാനശീലിയായ ഒരു പെൺകുട്ടിക്ക് അടിയന്തരമായ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉറപ്പാക്കേണ്ടത് ഒരു ലീഡിംഗ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ മിടുക്കനായ ഫീൽഡ് ഓഫീസർ എന്നുള്ള നിലയ്ക്ക് എന്റെ കടമയാണ്, കർത്തവ്യമാണ്. അത് ഞാൻ ചെയ്തിരിക്കും. കഴിഞ്ഞോ? എന്ത്? അല്ല, തന്റെ ഈ വാചകോടി കഴിഞ്ഞോന്ന്. എങ്കിൽ എനിക്ക് പോവാലോന്ന് കരുതി ചോദിച്ചതാ. അതെ, ഈ മാസത്തെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ ഇനിയൊരു 10-20 പേരെ കൂടെ ചേർക്കണം. അതാ ഞാൻ കുട്ടി ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. കുട്ടിക്ക് ഞങ്ങളുടെ പവർ ഹെൽത്ത് കുടുംബത്തിന്റെ ഒരു അംഗമായിക്കൂടെ? വേണ്ടല്ലോ, എന്റെ കുടുംബത്തിന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഇയാൾ പോയി സ്വന്തം കുടുംബത്തിന്റെ കാര്യം നോക്ക്. അതെ, ഒരു പ്രീമിയം എടുത്ത 1 വർഷം എത്ര രൂപ അടക്കേണ്ടി വരും? അതിപ്പോ എടുക്കുന്ന സ്കീം പോലൊക്കെ ഇരിക്കും. 5 വർഷത്തേക്കുള്ളതുണ്ട്, പിന്നെ പേഴ്സണൽ ആൻഡ് ഫാമിലി സ്കീം ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഭാഗ്യക്കുറിക്ക് പറ്റിയത് പേഴ്സണൽ സ്കീം എടുക്കുന്നതായിരിക്കും. എനിക്കല്ല, എന്റെ ചേച്ചിക്കാ. ഡെലിവറി ഇപ്പൊ 2-3 മാസത്തിനോ ഉണ്ടാവും. ഓ, അപ്പൊ ചേച്ചി പ്രഗ്നന്റ് ആണല്ലേ? എന്നാൽ മദർ ആൻഡ് ചൈൽഡ് പോളിസി ഉണ്ട്, അതെടുത്താൽ മതി. ഞാൻ ശരിയാക്കി തരാം. ചേച്ചിയുടെ പേരെന്താ? ഗായത്രി. ഗായത്രി പി മേനോൻ. എന്നാ അഡ്രസ് കൂടെ ഒന്ന് പറഞ്ഞേ. അഡ്രസ് അത് എന്തു പറ്റി? അഡ്രസ് ഞാൻ ഇനി കാണുമ്പോ പറയാം. അല്ല, അതെ, അമ്മൂമ്മയ്ക്കുള്ള ഈ ആഴ്ചത്തെ ലോട്ടറി തന്നില്ല. അമ്മൂമ്മയ്ക്ക് പറ്റിയ ലോട്ടറി ഒന്നും ഈ ആഴ്ച ഇറങ്ങിയിട്ടില്ല. ഇയാള് വേഗം സ്ഥലം വിടാൻ നോക്ക്. ഓരോ തട്ടിപ്പോയിട്ട് ഇറങ്ങിയിരിക്കാം നാട്ടുകാരെ പറ്റിക്കാൻ. ഗൗരി,
ഗൗരി മോളെ, ഞാൻ മോളെ എവിടെയൊക്കെ അന്വേഷിച്ചു. എന്ത് വേണം? എന്നെ ഇങ്ങനെ മെനക്കെട്ട് അന്വേഷിച്ച് നടക്കാൻ മാത്രം എന്ത് സംഭവിച്ചു? പുത്തെഴുത്തുനിന്ന് വല്ലത് മോഷണം പോയോ? നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ എന്തെങ്കിലും മോഷ്ടിച്ചെന്ന് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വേണ്ട, പഴയതൊന്നും ചിക്കി ചെകഞ്ഞ് വെറുതെ സമയം കളയാൻ നിൽക്കണ്ട. പറഞ്ഞതും പ്രവർത്തിച്ചതും ഒക്കെ എല്ലാവർക്കും അറിയാലോ. വിനേട്ടൻ എന്തിനാ വന്നത് അത് പറയണം. എനിക്ക് പോയിട്ട് വരെ പണിയുണ്ട്. മോളെന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ഒക്കെ കേൾക്കാൻ അർഹനാണ് ഞാൻ. അത്രയ്ക്ക് വലിയ തെറ്റാണ് മോളോടും മോളുടെ ചേച്ചിയോടും ഞാൻ ചെയ്തത്. നിങ്ങൾ അവിടുന്ന് പോയതിനു ശേഷമാ എനിക്കതിന്റെ ഗൗരവം മനസ്സിലായത്. എല്ലാത്തിനും നിന്നോട് മാപ്പ് ചോദിക്കാം മോളെ. നോക്ക്, നിങ്ങളുടെ ക്ഷമാപണവും കുമ്പസാരവും ഒന്നും എനിക്ക് കേൾക്കണ്ട. ഒരു ഗർഭിണിയാണെന്ന് പോലും ഓർക്കാതെ വെറും ഒരു പെണ്ണായി മാത്രം നിങ്ങൾ എന്റെ ചേച്ചിയെ കണ്ടു. രാജ ചേച്ചിയോട് ഇങ്ങനെ ആരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ അമ്മയും മോനും ഒക്കെ എങ്ങനെ പ്രതികരിച്ചേനെ? വേണ്ട, ഒന്നും എന്നെ കൊണ്ട് പറയിക്കാൻ നിൽക്കണ്ട. ആ വീട്ടിലെ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈശ്വരനായിട്ട് ഒരു കാരണം ഉണ്ടാക്കിയതാണെന്ന് ഞാൻ വിശ്വസിച്ചോളാം. അതിന്റെ പേരിൽ ആരും ഖേദപ്രകടനവുമായി ഇങ്ങോട്ട് വരണ്ട. മാപ്പ് പറയാൻ മാത്രമല്ല മോളെ ഞാൻ വന്നത്. ഞാൻ ചെയ്ത തെറ്റിന് ഞാനായിട്ട് തന്നെ പ്രായശ്ചിത്തം ചെയ്യാൻ തയ്യാറാണെന്ന് പറയാൻ കൂടിയാണ്. മനസ്സിലായില്ല? ഗായത്രിയോട് മനസ്സിൽ തോന്നിയൊരു ആഗ്രഹത്തിന്റെ പുറത്തല്ല അന്ന് അങ്ങനെയൊക്കെ പെരുമാറിയത്. അവളോടുള്ള ഇഷ്ടം എന്നു മുതലേ മനസ്സിൽ തോന്നിയതെന്ന് എനിക്കറിയില്ല. അവൾ മാത്രമേ വിവാഹം കഴിക്കൂന്ന് പണ്ടേ വാശി പിടിച്ച് നടന്നതാ ഞാൻ. എന്റെ നിർബന്ധം കൊണ്ടാ അച്ഛനും അമ്മയും വിവാഹാലോചിച്ചെന്ന് നിന്റെ അച്ഛനെയും അമ്മയും കാണാൻ വന്നത്. നിങ്ങൾക്കതിന് താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ കുറച്ചൊന്നുമല്ല സങ്കടം തോന്നിയത്. പിന്നെ ഗായത്രി മറ്റൊരാളെ സ്നേഹിച്ചെന്നും അയാളുടെ കുഞ്ഞിനെ ഗർഭം ധരിച്ചെന്നും അറിഞ്ഞപ്പോൾ മനസ്സിൽ സങ്കടവും ദേഷ്യവും നിരാശയൊക്കെ തോന്നിപ്പോയി എനിക്ക്. അതുകൊണ്ടാ മോളെ അന്ന് സമനില തെറ്റി അങ്ങനെയൊക്കെ പെരുമാറിപ്പോയത്. ഞാൻ പറഞ്ഞു വന്നത്, പണ്ട് ചേച്ചിയോട് തോന്നിയ അതേ സ്നേഹവും ഇഷ്ടമൊക്കെ ഇപ്പോഴും മനസ്സിൽ അതേപടിയുണ്ട്. അവളെ വിവാഹം ചെയ്യാനും ഞാൻ തയ്യാറാണ്. എങ്ങനെ? എന്റെ ചേച്ചിയുടെ കാര്യമാണോ വിനേട്ടൻ പറഞ്ഞു വരുന്നത്? അതേ മോളെ, ഗായത്രിയുടെ കാര്യം തന്നെ. മറ്റൊരാളെ സ്നേഹിച്ചിരുന്നെന്നോ അവന്റെ കുഞ്ഞിനെ പ്രസവിക്കുന്നതോ അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. നീ സമ്മതിച്ച നാളെ തന്നെ നമുക്കിത് നടത്താം. എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാ മോളെ. അത് വേണ്ട വിനേട്ട. കണ്ടവന്റെ കൊച്ചിനെ പള്ളേ ചുമക്കുന്ന ഒരു പിഴച്ച പെണ്ണിനെ അങ്ങനെ ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെടണ്ട. മോളെ ഞാനൊന്ന് പറയട്ടെ. വേണ്ട, അത് നടക്കില്ല. നിങ്ങൾ ഈ പറഞ്ഞ ഇഷ്ടം എന്റെ ചേച്ചിയോടല്ല, ചേച്ചിയുടെ ശരീരത്തോട് മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാം. പിന്നെ ഇപ്പൊ ഇങ്ങനൊരു സന്മനസ് കാണിക്കുന്നതിന് പിന്നിലെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ചേച്ചിയെ കല്യാണം കഴിച്ചാ പിന്നെ ഞങ്ങൾക്ക് അവകാശപ്പെട്ട കാശിന്റെ കാര്യം ചോദിച്ച് ആരും പുത്തേഴത്തേക്ക് വരില്ലല്ലോ അല്ലേ? ബുദ്ധി ഈ മകന്റെയോ അതോ അമ്മയുടെയോ? അമ്മയും മോനും പേടിക്കണ്ട. ആ കാശിന്റെ അവകാശം ചോദിച്ച് ആരും ആ മുറ്റത്ത് വരില്ല. എത്ര ഗതികെട്ടാലും ദാനം കൊടുത്തതൊന്നും തിരിച്ചു ചോദിക്കാൻ ഗൗരി വരില്ല എന്ന് പോയി പറഞ്ഞേക്ക് പുത്തേഴത്തെ അംബികയോട്. പിന്നെ ഒരു കാര്യം കൂടി, ഇങ്ങനെ വഴിയിൽ തടഞ്ഞു നിർത്തി വാഗ്ദാനം നൽകി മോഹിപ്പിക്കാനും ഞാനില്ലാത്ത തക്കത്തിൽ എന്റെ ചേച്ചിയെ ഉപദ്രവിക്കാനും ആരും വന്നേക്കരുത്. അങ്ങനെ വന്നാൽ അന്ന് എല്ലാം സഹിച്ചു നിന്ന ഗൗരി ആയിരിക്കില്ല കാണാൻ പോകുന്നത്. ഓർത്തോണം. ചെല്ല്. ആരുടെ ബലം കണ്ടാ നീ കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി മോളെ. ഒറ്റയ്ക്കാണെന്ന് കാണുമ്പോ പഞ്ചാരെ ചക്കരയെന്ന് വിളിച്ച് പുറകെ നടക്കാൻ പലരും വരും. അത് കണ്ട് നീ ഒരുപാടങ്ങ് മോഹിക്കല്ലേ. ചേച്ചിയുടെ അവസ്ഥ കണ്ടല്ലോ. അവക്കിപ്പോ നീയെങ്കിലും ഉണ്ടെന്ന് വെക്കാം. നീ പിഴച്ച തലയ്ക്ക് വെളിവില്ലാത്ത അവളുടെ സഹായം പോലും നിനക്ക് കിട്ടില്ല. അതുകൂടി മനസ്സിൽ കണ്ടു വേണം നീ ഇങ്ങനെ നെകളിക്കാൻ. കേട്ടോടി? നിങ്ങൾ അവിടെ എന്തോ ചെയ്യാ മനുഷ്യ? ഇങ്ങോട്ടിറങ്ങി വന്നേ. ഇപ്പൊ തന്നെ നേരം വൈകി. ഈ മൊണ്ടിക്കാലം കൊണ്ട് നിരങ്ങി ഇറങ്ങി അവിടെ എത്തുമ്പോ നേരം ഒരു നേരം ആവുമല്ലോ. നീ എന്തുവാ കിടന്ന് വിളിച്ചു പോകുന്നേ? അതിനു വേണ്ടി നേരമൊന്നും ആയില്ലല്ലോ. നേരം ആയില്ല പോലും. അതെ, ഓണത്തിന് നിങ്ങളുടെ അമ്മയെ കാണാൻ പുകയിലേയും കോടിമുണ്ടും കൊണ്ട് പോകുമല്ലോ നമ്മള്. ആള് കൂടുമ്പോഴേക്കും ചായയും കടി ആയില്ലെങ്കിലേ നാളെ മാമുണ്ണയൊന്നും കാണത്തില്ല. അതെങ്ങനാ വരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കത്തില്ലല്ലോ. അതെ, നിന്നെ ജോലിക്ക് വിട്ടിട്ട് ഞാൻ ഇതിനകത്തോട്ട് കയറി ഇരുന്നാൽ പണിയെടുക്കാതെ വീട്ടിലിരുന്ന് ഉണ്ടുകാണെന്നും പറഞ്ഞ് നാട്ടുകാരനെ കളിയാക്കത്തില്ലയോ? ആ നീ പോക്കോ, ഞാൻ പിന്നാലെ ഇനി ഉന്തി അങ്ങ് വരുമ്പോഴേക്കും നേരം വെളുക്കും. എന്തായാലും ഞാൻ വണ്ടി തള്ളണം. ഒരു ഇഡലി പാത്രം കൂടുതലുണ്ടെന്ന് ഞാൻ കരുതിയാൽ മതി. ഞാൻ വണ്ടി തള്ളിക്കൊള്ളാം. അയ്യോ, പോവാം. ഇക്കാമച്ചി ഒരു മിനിറ്റ്.
ഓ ഇനി അവളെ ഏതാണ്ട കിന്നാരം കൊണ്ട് വന്നിരിക്കുക. എന്തുവാടി കൊച്ചേ? ഇന്ന് ഏതാ ദിവസം ഓർമ്മയുണ്ടോ? ഇന്ന് ബുധനാഴ്ചയല്ലേ? അതിനിപ്പോ എന്താടി? ബുധനാഴ്ചയൊക്കെ തന്നെയാ. എന്നാൽ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. പിന്നെ ഒന്നാമത് നേരം വൈകി. അതിന്റെ കൂടെ നീയും കൂടെ തമാശ പറയാൻ നിക്കല്ലേ. കാര്യം എന്താണെന്ന് വെച്ചാ പറയടി. ദാ ഐശ്വര്യമായിട്ട് ഇതങ്ങ് പിടിച്ചേ. ഇതെന്തിനാ ഈ കാശ്? ആഹാ, അപ്പൊ അതും മറന്നോ? ഇത് ഇക്കാമയ്ക്ക് ഞങ്ങൾ തരാനുള്ള വാടകയാ. 1000 രൂപ. ഓർമ്മയില്ലേ? ഞങ്ങൾ ഇവിടെ താമസമായിട്ട് ഇന്ന് 1 മാസം തികയ. അത് മറന്നോ? ആ മോളെ, പിന്നെ എന്റെ കാര്യം മറന്നിട്ടില്ല. നമുക്ക് വഴിയുണ്ടാക്കാം. ആ ഇതിനാണോടി നീ ഞങ്ങളെ കാത്തു നിന്നത്? ഓ ഇപ്പൊ ഈ മുഹൂർത്തത്തിൽ തന്നെ വേണോന്ന് ഞാൻ പറഞ്ഞ. എന്നാലും ഞാനത് ഓർക്കണ്ടേ? ഇല്ലെങ്കിൽ വാടക കൃത്യസമയത്ത് തന്നില്ലെന്നും പറഞ്ഞ് നിങ്ങൾ എന്നെയും ചേച്ചി ഇവിടെ ഇറക്കി വിട്ടാലോ? വേണ്ടാതീനം പറഞ്ഞാ ഞാൻ നല്ല വീക്ക് വെച്ചേരും കേട്ടാ. എടി ഈ കാശ് ഇപ്പൊ എന്റെ മടി തിരികാതെ നിന്റെ കൈ തന്നെ വച്ചോടി. ഞാൻ ആവശ്യം വരുമ്പോ ചോദിച്ചോളാം. അത് പറ്റില്ല. കണക്ക് കൃത്യമായിരിക്കണേ കാമേ. കടയിലെ കാര്യങ്ങൾക്കൊക്കെ എടുക്കാലോ. ഓ കടയിലെ കാര്യമൊക്കെ അങ്ങ് തട്ടി മുട്ടി നടന്നോളും. പക്ഷെ ആ പെങ്കൊച്ചിന്റെ പ്രസവം അടുത്ത് വരികയല്ലോടി. അപ്പൊ നീ എന്തോ ചെയ്യും? പൈസ ഒന്ന് സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ? എന്റെ കയ്യിലൊന്നും 5 കൂറയില്ല കേട്ടോ. ഞാൻ പറഞ്ഞേക്കാം ഇപ്പോഴേ. അതുകൊണ്ട് പേറ്റിനുള്ളതൊക്കെ ഇപ്പോഴേ കരുതിക്കൊള്ളണം. എന്റെ വാടക കാശ് അത് കഴിഞ്ഞ് മതി. അതിനൊക്കെ ഇനി സമയമുണ്ടല്ലേ കാമേ. പ്രസവ ചെലവിനുള്ളതൊക്കെ ഞാൻ വേറെ കണ്ടെത്തിക്കോളാം. ഇപ്പൊ ഇത് വാങ്ങ. ഞാൻ ആദ്യമായിട്ട് തരുന്ന വാടകയല്ലേ. ഓ പിന്നെ നിന്നോട് പറഞ്ഞിട്ടല്ലേ അവള് പ്രസവിക്കാൻ പോണത്. എടി കൊച്ചേ, പള്ളം നിറഞ്ഞിരിക്കുന്ന പെണ്ണ് വീട്ടിലുണ്ടെങ്കിലേ എപ്പോഴാ എന്താ നടക്കുന്നതെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വരാതെ പറയുന്നത് കേക്ക്. ആ കാശ് നിന്റെ കയ്യിൽ ഇരിക്കട്ടെ. സർക്കാർ ആശുപത്രിയിലാണെങ്കിലും തള്ളയും കൊച്ചിനെയും കൊണ്ട് വീട്ടിൽ വരണമെങ്കിൽ കുറഞ്ഞതൊരു 10,000 രൂപയെങ്കിലും കയ്യിൽ വേണ്ടി വരും. അതുകൊണ്ടാ പറഞ്ഞത്. ദേ വലിയ മജിസ്ട്രേറ്റ് കളിക്കാതെ ഈ കാശ് കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചോളണം. ആ ടാറ്റ മോളെ, ടാറ്റ ടാറ്റ. പിന്നെ ടാറ്റ കാണിക്കാൻ പോണ ഒരു മനുഷ്യൻ. എന്റെ പൊന്നു ചേട്ടാ, എടുത്താ ഇതിന് അത്ര വലിയ കാശൊന്നും ആവത്തില്ലല്ലോ. എന്തായാലും 2300 രൂപ എന്ന് പറയുമ്പോ ആ കാശും കൊണ്ട് 1 മാസം വീട്ടു ചെലവ് നടക്കും. കാശ് ഉണ്ടാക്കാനുള്ള വഴിക്ക് ഞാൻ പറഞ്ഞു തരാം. ചേട്ടാ മതി വയ്ക്കോ. ഒരു 70 രൂപയുടെ ക്വാർട്ടർ മതി. അതൊരു മാസത്തേക്ക് നിർത്തിയാലേ 7 3 21 2100 രൂപ ആയില്ലേ. പിന്നെ ബാക്കിയുള്ളൊരു 200 രൂപ. അത് നമുക്ക് ഈസായിട്ട് ഒപ്പിക്കാവുന്നതല്ലേ ഉള്ളൂ. അതായത് 1 മാസത്തെ മദ്യത്തിന്റെ കാശുണ്ടെങ്കിൽ 2 വർഷത്തേക്കുള്ള ഫുൾ ഇൻഷുറൻസ് അല്ലേ ചേട്ടന് കിട്ടാൻ പോണേ. ഇനിയിപ്പോ ജോലിക്കിടയിൽ ഇതിന്റെ മുകളിൽ നിന്ന് ചേട്ടൻ വീണ് കിടപ്പിലായെന്ന് വെച്ചോ, അപ്പോഴും ചേട്ടൻ രക്ഷപ്പെട്ടില്ലേ. ഹോസ്പിറ്റലിലെ കംപ്ലീറ്റ് ബില്ലും നമ്മുടെ കമ്പനി കൊടുക്കും. ഹോസ്പിറ്റൽ ബില്ല് കമ്പനി കൊടുക്കുമായിരിക്കും. പിന്നെ വീട്ടു ചെലവിന് ഞാൻ എന്ത് ചെയ്യും? അത് നീ കൊടുക്കൂ. പോയെ ഓരോ തട്ടിപ്പും കൊണ്ട് നടക്കുന്നു. നന്നാവരുത്, നന്നാവേ ചെയ്യരുത്. ഇതാ ഒരു കാലത്തും നന്നാവരുത്. എന്നിട്ട് ബാക്കിയുള്ളവന്മാരെ ജീവിക്കാൻ സമ്മതിക്കരുത്. കിട്ടുന്ന കാശ് മുഴുവൻ മദ്യശാല കൊണ്ട് കൊടുത്തണം. എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ. എപ്പോ എത്തി ഭാഗ്യക്കുറി? ഞാൻ എന്താ ഇവിടെ? അല്ല താൻ ഇവിടെ? നമ്മൾ ഏത് വഴിക്കും പോവുമല്ലോ. അപ്പൊ ഇവിടെ അന്ന് കണ്ടതും ഫീൽഡ് ഓഫീസറെ തന്നെ ആയിരുന്നു അല്ലേ? ഞാൻ കരുതി നമ്മുടെ മുഖഛായുള്ള മറ്റാരെങ്കിലും ആയിരിക്കുമെന്ന്. അതൊന്ന് ഉറപ്പാക്കാൻ തന്നെയാ ഞാൻ ഈ വഴി വന്നത്. പണി നടക്കട്ടെ. നല്ല തിരക്കിലല്ലേ, ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. അതെ, ഇവിടെ എന്താണെന്ന് വെച്ചാ ഈ കോമൺ മാന്റെ പ്രശ്നങ്ങൾ നേരിട്ട് പഠിച്ച് അവരാരോഗ്യ ചിന്തയുള്ളവരാക്കാൻ വേണ്ടി പിന്നെ കോമൺ മാന്റെ പ്രശ്നങ്ങൾ നേരിട്ട് പഠിക്കാൻ ഇയാളെ ഐക്യരാഷ്ട്രസഭ ചുമതലപ്പെടുത്തി വിട്ടേക്കുവാണോ? ചുമ്മാതെ കിടന്ന് ഉരുളല്ലേ സാറേ. കുടുംബത്തരി മേടിക്കാൻ വകുപ്പില്ല എന്നങ്ങ് തുറന്നു പറഞ്ഞാ പോരെ. എന്തിനാ വെറുതെ ജാടയും പത്രാസും ഒക്കെ കാണിക്കാൻ നിൽക്കുന്നെ? ഓ ഇന്നലെ ഞാൻ ചോദിച്ചപ്പോ എന്തായിരുന്നു ജാട? ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ തന്നെ നേരമില്ല, എസിക്കകത്തിരുന്ന് ബോറടിക്കുന്നു, GM-ന് തൊട്ടു താഴെയുള്ള പോസ്റ്റ്. സത്യം പറഞ്ഞ ഫീൽഡ് ഓഫീസറുടെ ഈ ചമ്മിയ മുഖം കണ്ട ഇപ്പൊ ഒരു അന്യദേശ തൊഴിലാളിയാണെന്നേ പറയൂ.
അതെ, മതി നിന്ന് ചമ്മിയത്. പോയി പണിയെടുക്ക ഓഫീസറെ, ഇല്ലെങ്കിൽ വൈകിട്ട് ശമ്പളം കുറഞ്ഞുന്നിരിക്കും. ഏയ് ഗൗരി, താൻ പറഞ്ഞത് ശരിയാ. വീട്ടിലെ അടുപ്പ് പുകയും തന്നെ ഞാൻ ഈ പണി ചെയ്യുന്നേ. 1-2 മാസമായിട്ട് ഇപ്പൊ ഇതാ എന്റെ പ്രധാന വരുമാനം. കമ്പനിയിലെ ബേസിക് സാലറിയും പെട്രോൾ അലവൻസും കൊണ്ട് വീട് കൊണ്ടുപോകാനാകില്ല എന്നറിഞ്ഞപ്പോ ഞാൻ പിന്നെ ഇതേ ഒരു വഴി കണ്ടുള്ളൂ. ഫീൽഡ് ഓഫീസർ എന്നൊക്കെ ഞാൻ വെറുതെ ജാടയ്ക്ക് തട്ടിയതാ. ശരിക്കൊരു ക്യാൻവാസിങ് ഏജന്റ്, അത്രയേ ഉള്ളൂ. കമ്പനി പറയുന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ കിട്ടുന്നത് വെറും തുച്ഛമായ രൂപയാ. അത് വീട്ടുവാടകയ്ക്ക് പോലും തികയില്ല. എങ്കിൽ പിന്നെ അത്രയും വലിയൊരു വീടിന്റെ ആവശ്യമുണ്ടോ? ഒരു ചെറിയ വീട്ടിലേക്ക് മാറണം, വാടക പകുതി സേവ് ചെയ്യാലോ. ഇല്ല, അത് ശരിയാവില്ലടോ. മോൻ വലിയ കമ്പനിയിലെ ഓഫീസറാണെന്നൊക്കെയാ അമ്മയും ഉമ്മയൊക്കെ കരുതിയിരിക്കുന്നത്. അച്ഛൻ മരിച്ചതിൽ പിന്നെ എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ ആ പാവങ്ങൾ രണ്ടുപേരും കൂടിയാ. അതുകൊണ്ടെന്താ, സ്വന്തം കാലിൽ നിൽക്കാൻ ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ ശീലിച്ചു തുടങ്ങി. എനിക്ക് ഈ ജോലി കിട്ടിയെന്നറിഞ്ഞപ്പോ മുതൽ അമ്മയ്ക്ക് എന്ത് സന്തോഷത്തിലാണെന്നറിയോ? അവര് വിചാരിച്ച പോലെ രക്ഷപ്പെട്ടില്ലെന്ന് ഇനി അവരോട് പറയാനും വയ്യ. ആ സങ്കടം അത് കാണണ്ടല്ലോ. അതുകൊണ്ടാ ഞാൻ ആദ്യം ഈ ദുരഭിമാനം കളയ, പിന്നെ അമ്മയോടും അമ്മൂമ്മയോടും സത്യം പറയാൻ നോക്ക്. അവരെ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുക. അത് ഭാഗ്യക്കുറിക്ക് അത് അറിയാത്തോണ്ട, അവരെങ്ങനെ ജീവിച്ചവരാണെന്ന് മനസ്സിലാവാത്തോണ്ട. ഇതൊക്കെ തന്നോട് പറഞ്ഞിട്ട് എന്തിനാ? താൻ ഒരു ഉപകാരം ചെയ്തു തരണം. വലിയ കമ്പനിയിൽ ഉയർന്ന ഉദ്യോഗമുള്ള മോനെ ഈ കോലത്തിൽ ഇവിടെ വെച്ച് കണ്ടത് താൻ തമാശയ്ക്ക് പോലും അമ്മയോടും അമ്മൂമ്മയോട് പറയരുത്. അവർക്കത് താങ്ങാനാവില്ല. ജീവിതത്തിൽ അവർ സന്തോഷമായിട്ട് ഇരിക്കുന്നത് കാണാനാ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അത് താനായിട്ട് ഇല്ലാതാക്കരുത് പ്ലീസ്. നീ എത്തിയോ? ഏതായാലും വന്നത് കറക്റ്റ് സമയത്താ. എന്താ ലക്ഷ്മി? ഒരു കസ്റ്റമർ വെയിറ്റിംഗാ. ബിന്ദു മെർലിനും ഒക്കെ എൻഗേജ്ഡാ. താനൊന്ന് അറ്റൻഡ് ചെയ്തേക്ക്. ആ ശരി. ബ്ലീച്ച് ചെയ്യണോ മാഡം? ആ ഏതായാലും മെനക്കെട്ടതല്ലേ, ചെയ്തേക്ക്. നീയോ? നീ എന്താ ഇവിടെ? മാഡം ആ കമ്മലും മാല ഒന്ന് മാറ്റണം. അല്ല മോളെ, നീ ഇപ്പൊ ഈ പണിയാക്കിയോ? ഞാൻ അറിഞ്ഞത് നീ എന്തോ ലോട്ടറി വിൽക്കാൻ പോകുന്നെന്നോ പത്രം ഇടാൻ പോകുന്നെന്നോ ഒക്കെ ആണല്ലോ. പിന്നെന്താ ഇപ്പൊ ഇതിലോട്ട് മാറിയേ? ആ, ഒരു കണക്കിന് ഇതുപോലെ എന്തെങ്കിലും ചെയ്യുന്നതാ മോളെ നല്ലത്. ഇതാകുമ്പോ പിന്നെ ഒരു അന്തസ്സുണ്ട്. അതുപോലെയാണോ ഈ ലോട്ടറി വെക്കാനോ ആക്രി പെറുക്കാനോ ഒക്കെ പോകുന്നത്? പെണ്ണുങ്ങൾ ആ തൊഴിലിനിറങ്ങിയാലേ പിന്നെ അത് മതി നാട്ടുകാർക്ക് ഓരോന്ന് പറയാൻ. ഇപ്പൊ തന്നെ ഒരു പേരുദോഷമുള്ള സ്ഥിതിക്ക് ഇനി നീയായിട്ട് എന്തിനാ അത് കൂട്ടാൻ പോകുന്നത്? അയ്യേ, ആ കുന്താണ്ട വായിക്കാത്തായി, സൂക്ഷിച്ച് തേക്കടി. മാഡം അനങ്ങാതിരിക്ക, എന്നാലേ എനിക്ക് എന്റെ ജോലി കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, അതെന്ത് വിളിയാടി നീ വിളിച്ചത്? മാഡം ഒന്നോ? ഞാൻ നിന്റെ ആന്റിയല്ലേ. ഗതികേട് കൊണ്ട് നീ അവസ്ഥയിലായി പോയെന്ന് വെച്ച് നമ്മൾ തമ്മിലുള്ള ബന്ധം ഇല്ലാതാവോ? എനിക്കങ്ങനെ വലിപ്പ ചെറുപ്പമൊന്നും ഇല്ലടി മോളെ. നീ എന്നെ ആന്റി എന്ന് തന്നെ വിളിച്ചാ മതി കേട്ടോ. അയ്യോ, അതൊക്കെ പഠിക്കടി. മാഡം, നിങ്ങൾ ഇരിക്കേണ്ടതുപോലെ ഇരുന്നാലേ എനിക്ക് എന്റെ ജോലി നടത്താൻ പറ്റൂന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓ, അല്ല ചേച്ചിയുടെ കാര്യമൊന്നും നീ പറഞ്ഞില്ലല്ലോ. ഡോക്ടറെയൊക്കെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ടോ? ദേ, ഇനി അങ്ങോട്ട് കൂടുതൽ ശ്രദ്ധ വേണ്ട സമയം മോളെ. ഇനി കുറച്ചേരം കണ്ണടച്ചിരുന്നോളൂ.
അല്ല ഈ ചേച്ചിയുടെ കാര്യം കണ്ണടച്ചിരിക്കെ